ലെറ്റ്സ് ഗോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ വാഹന വിപണി എക്കാലത്തെയും വലിയ മാറ്റങ്ങളിലൂടെയും വളർച്ചയിലൂടെയുമാണ് ഇന്ന് കടന്നു പോകുന്നത്. ആഭ്യന്തര വിപണിയിലെ കടുത്ത മത്സരവും സാങ്കേതിക മുന്നേറ്റങ്ങളും മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇന്ത്യൻ നിർമ്മിത ഇലക്ട്രിക് വാഹനങ്ങളുടെ കയറ്റുമതിയിലുണ്ടാകുന്ന വൻ കുതിച്ചുചാട്ടവും വിപണിയുടെ മുഖച്ഛായ മാറ്റുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് എൻക്യാപ് സുരക്ഷാ പരിശോധനകൾ പ്രാബല്യത്തിൽ വന്നതോടെ സുരക്ഷയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ ഉപഭോക്തൃ സംസ്കാരം ഇന്ത്യയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. പരമ്പരാഗത പെട്രോൾ ഡീസൽ എഞ്ചിനുകളിൽ നിന്ന് ഹൈബ്രിഡ് CNG ഇലക്ട്രിക് ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതിക വിദ്യകളിലേക്കുള്ള മാറ്റം വേഗത്തിലാകുന്ന ഈ സമയത്ത് മുൻനിര വാഹന നിർമ്മാതാക്കൾ നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങളും വിപണിയിലെ വരാനിരിക്കുന്ന പുതിയ വാർത്തകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ വാഹന വിപണിയുടെ ആഗോള സ്വാധീനം തെളിയിക്കുന്ന ഏറ്റവും വലിയ തെളിവാണ് രാജ്യത്ത് നിന്നുള്ള ഇലക്ട്രിക് വാഹന കയറ്റുമതിയിലുണ്ടായ 14 മടങ്ങ് വളർച്ച. മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ മുൻനിര ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ നിർമ്മിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇപ്പോൾ വിദേശ വിപണികളിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ലോകമെമ്പാടും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുമ്പോൾ ആഭ്യന്തര വിപണിയിൽ മാത്രം ഒതുങ്ങാതെ വിദേശ രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ EV സാന്നിധ്യം വിപുലീകരിക്കാൻ ഇന്ത്യൻ കമ്പനികൾക്ക് സാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ യൂറോപ്യൻ നിർമ്മാതാക്കളായ റെനോ പോലെയുള്ള വമ്പന്മാർ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വിൽപ്പനയിൽ 0.4% നേരിയ കുറവ് നേരിടുമ്പോൾ ഏഷ്യൻ വിപണികളിലും പ്രത്യേകിച്ച് ഇന്ത്യയിലും ഉണ്ടാകുന്ന വളർച്ച ആഗോള ശ്രദ്ധ നേടുന്നുണ്ട്. ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ അടിത്തറ കൂടുതൽ ശക്തമാക്കുന്നതിനായി വിദേശ ബ്രാൻഡുകൾ പ്രാദേശിക വ്യവസായിക ഗ്രൂപ്പുകളുമായി സഹകരിക്കുന്ന പുതിയ കാഴ്ചയും നമ്മൾ കാണും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫോക്സ്വാഗൺ ഗ്രൂപ്പിന്റെ ഉപകമ്പനിയായ സ്കോഡ ഓട്ടോ ഇന്ത്യയിൽ ഇന്ത്യൻ വ്യാവസായിക ഭീമന്മാരായ JSW ഗ്രൂപ്പ് പങ്കാളിത്തം നേടുന്നത്. ഈ ഓഹരി പങ്കാളിത്തത്തിലൂടെ ഇന്ത്യൻ വിപണിക്ക് അനുയോജ്യമായ പുത്തൻ മോഡലുകൾ വികസിപ്പിക്കാനും ഇലക്ട്രിക് വാഹന മേഖലയിൽ സംയുക്തമായി വൻ നിക്ഷേപങ്ങൾ നടത്താനും സ്കോഡ ഫോക്സ്വാഗൺ ഗ്രൂപ്പിന് സാധിക്കും. JSWവിന്റെ ശക്തമായ ആഭ്യന്തര വ്യവസായിക പശ്ചാത്തലവും സ്കോഡയുടെ യൂറോപ്യൻ എഞ്ചിനീയറിംഗ് മികവും ഒത്തുചേരുമ്പോൾ ഇന്ത്യയിലെ പാസഞ്ചർ കാർ വിപണിയിൽ വലിയൊരു തരംഗം തന്നെ സൃഷ്ടിക്കപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ വാഹന പ്രേമികളുടെ വാങ്ങൽ തീരുമാനങ്ങളെ ഇന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം സുരക്ഷയാണ്. മാരുതി സുസുക്കി അവരുടെ ജനപ്രിയ സബ് കോമ്പാക്ട് SUV ആയ ബ്രസ്റ്റയിൽ വരുത്തിയ പുതിയ മാറ്റങ്ങളും സുരക്ഷാ മികവുമാണ് ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം. ഭാരത് എൻക്യാപ് നടപ്പാക്കിയ ഏറ്റവും പുതിയ ക്രാഷ് ടെസ്റ്റിൽ 2026 മോഡൽ മാരുതി ബ്രസ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് സ്വന്തമാക്കി. മുതിർന്നവരുടെ സുരക്ഷയിൽ 32-ൽ 30.41 പോയിന്റും കുട്ടികളുടെ സുരക്ഷയിൽ 49-ൽ 43 പോയിന്റ് നേടിയാണ് ബ്രസ ഈ ചരിത്രപരമായ നേട്ടം കൈവരിച്ചത്. 6 എയർ ബാഗുകൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളർ, ഐസോഫിക്സ് ചൈൽഡ് സ്വീറ്റ് ആങ്കറേജുകൾ എന്നിവ ഉൾപ്പെടുത്തിയ ബ്രസയുടെ ZXi+ വകഭേദമാണ് ക്രാഷ് ടെസ്റ്റിന് വിധേയമാക്കിയത്. ഒരു കാലത്ത് മൈലേജിന് മാത്രം മുൻഗണന നൽകിയിരുന്ന മാരുതി സുസുക്കി തങ്ങളുടെ വാഹനങ്ങളുടെ നിർമ്മാണ രീതിയിലും ബോഡി സ്ട്രക്ചറിലും വരുത്തിയ വിപ്ലവകരമായ മാറ്റമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കുടുംബവുമായി യാത്ര ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകാൻ ഇത്തരം 5 സ്റ്റാർ റേറ്റിംഗുകൾ സഹായിക്കുന്നുണ്ട്. സെഡാൻ വിഭാഗത്തിൽ മാരുതി ഡിസയറും ഹ്യുണ്ടായി ഓറയും തമ്മിലുള്ള മത്സരം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് CNG കാറുകളുടെ വിഭാഗത്തിൽ ഹ്യുണ്ടായി ഓറ ഉണ്ടാക്കുന്ന കുതിപ്പ് ശ്രദ്ധേയമാണ്. പ്രതിമാസം 5000-ലധികം CNG യൂണിറ്റുകൾ വിറ്റഴിക്കുന്ന ഓറ ലിറ്ററിന് 28 മുതൽ 30 കിലോമീറ്റർ വരെ യഥാർത്ഥ മൈലേജ് വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ ഫേസ് ലിഫ്റ്റ് പതിപ്പിൽ 4 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആക്കിയതും ക്രൂയിസ് കൺട്രോളർ, 8-ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 3 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ വരെയുള്ള ഉയർന്ന വാറന്റി എന്നിവയും ഓറയെ ഡിസയറിന് ശക്തമായ എതിരാളിയാക്കും. അതേസമയം കോമ്പാക്ട് SUV വിഭാഗത്തിൽ ടാറ്റ മോട്ടോഴ്സിന്റെ ടാറ്റ പഞ്ച് നിർണായകമായ ഒരു നാഴികക്കല്ല് പിന്നിട്ട് കഴിഞ്ഞു. വിപണിയിലെത്തി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 8 ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പന എന്ന വൻ നേട്ടമാണ് പഞ്ച് കൈവരിച്ചത്. പെട്രോൾ, CNG, ഇലക്ട്രിക് എന്നീ 3 പവർ ട്രെയിൻ ഓപ്ഷനുകളിലും ഉയർന്ന സുരക്ഷാ നിലവാരത്തിലും ലഭ്യമാകുന്നു എന്നതാണ് പഞ്ചിന്റെ ഈ വിജയരഹസ്യം. മറ്റൊരു വശത്ത് ഇന്ത്യൻ SUV വിപണി ഭരിക്കുന്ന മഹീന്ദ്ര അവരുടെ ഹിറ്റ് മോഡലായ താർ റോക്സ്, സ്കോർപിയോ ക്ലാസിക് എന്നിവയുടെ വിലയിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. നിർമ്മാണ ചെലവിലുണ്ടായ വർധനവും ആവശ്യക്കാരുടെ വൻ തിരക്കും മൂലമാണ് കമ്പനി ഈ വിലവർധനവ് നടപ്പിലാക്കിയത്. ഇതിനൊപ്പം തന്നെ സ്കോർപിയോ N മോഡലിന് പുതിയ ഫേസ് ലിഫ്റ്റ് പതിപ്പ് 2026-ൽ അവതരിപ്പിക്കാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളിലാണ് മഹീന്ദ്ര. വിവിധ പ്രമുഖ ബ്രാൻഡുകൾ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന വാഹനങ്ങളുടെ വലിയ നിര തന്നെയുണ്ട്. ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയിൽ ചരിത്രം കുറിച്ചുകൊണ്ട് ഒറ്റയടിക്ക് 10 പുതിയ മോഡലുകളാണ് ഹോണ്ട അവതരിപ്പിക്കുന്നത്.
ഇതിൽ പരിസ്ഥിതി സൗഹൃദപരമായ E85 ഫ്ലെക്സ് ഫ്യൂവലിൽ പ്രവർത്തിക്കുന്ന അഡ്വഞ്ചർ സ്കൂട്ടറായ ADV 160, ക്ലാസിക് ശൈലിയിലുള്ള CB 500 റോഡ്സ്റ്റർ, വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് പകരം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന റെബൽ 300, റെബൽ 500 ബൈക്കുകൾ, ഓഫ് റോഡ് പ്രേമികൾക്കായുള്ള XR 300L, XR 300 റാലി, കൂടാതെ ഒറ്റ ചാർജിൽ 151 കിലോമീറ്റർ റേഞ്ച് നൽകുന്ന QC3 ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടർ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഹോണ്ട കാർസ് ഇന്ത്യ 4 ചക്ര വാഹന വിഭാഗത്തിൽ ഹോണ്ട തങ്ങളുടെ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയുമായി പുതിയ ഹോണ്ട ZR-V eHEV ഹൈബ്രിഡ് SUV ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ്. സിറ്റിക്കും എലിവേറ്റിനും ശേഷം പ്രീമിയം ഹൈബ്രിഡ് SUV വിഭാഗത്തിൽ വിപണി വിഹിതം വർദ്ധിപ്പിക്കാനാണ് ഹോണ്ട ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അടുത്തത് ഹ്യുണ്ടായി ആൻഡ് കിയ. ഹ്യുണ്ടായി ഇന്ത്യയിൽ നെക്സ്റ്റ് ജനറേഷൻ വെന്യൂ, ക്രെറ്റ EV, പുതിയ ട്യൂസൺ, പാലിസഡ് എന്നിവ ഉൾപ്പെടെയുള്ള വൻ SUV പടയൊരുക്കം നടത്തുമ്പോൾ കിയ തങ്ങളുടെ പുതിയ കോമ്പാക്ട് ഇലക്ട്രിക് SUV ആയ കിയ സിറോസ് EV അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നിസാൻ, ടൊയോട്ട, സ്കോഡ. നിസാൻ തങ്ങളുടെ ഭാവി SUVകളുടെ ഡിസൈൻ ലാംഗ്വേജ് വെളിപ്പെടുത്തുന്ന ടെക്ടൺ ഡിസൈൻ കോൺസെപ്റ്റുമായി എത്തുമ്പോൾ ടൊയോട്ട തങ്ങളുടെ ഐക്കോണിക് ലൈഫ് സ്റ്റൈൽ പിക്കപ്പായ ഹൈലക്സിന്റെ പുതിയ പതിപ്പ് അവതരിപ്പിക്കുന്നു. സ്കോഡ തങ്ങളുടെ പ്രീമിയം സെഡാനായ സ്ലാവിയയുടെ സ്പോർട്ടി വേരിയന്റായ സ്കോഡ സ്ലാവിയ മോണ്ടെ കാർലോയ്ക്ക് പുതിയ കളർ ഓപ്ഷനുകളും ലിമിറ്റഡ് എഡിഷൻ പതിപ്പുകളും നൽകി കൂടുതൽ ആകർഷകമാക്കിയിട്ടുണ്ട്. ആഡംബര പെർഫോമൻസ് വാഹനരംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് മെഴ്സിഡസ് ബെൻസ് ഇന്ത്യ പുതിയ മെഴ്സിഡസ് AMG E53 ഹൈബ്രിഡ് പുറത്തിറക്കിയത്. 1.25 കോടി രൂപ ആരംഭ വിലയുള്ള ഈ വാഹനം 3.0 ലിറ്റർ 6 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനും ഇലക്ട്രിക് മോട്ടോറും ചേർന്ന് 585 bhp കരുത്തും 780 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പെട്രോൾ തീർന്നാലും ഇതിലെ 28.6 kWh 400V ബാറ്ററി പാക്കിന്റെ സഹായത്തോടെ പൂർണ്ണമായും ഇലക്ട്രിക് മോഡിൽ 100 കിലോമീറ്ററിലധികം സഞ്ചരിക്കാനാകും എന്നതാണ്. ഒപ്പം 17 സ്പീക്കറുകളുള്ള 730 വോൾട്ട് ബർമസ്റ്റർ 4D സറൗണ്ട് സൗണ്ട് സിസ്റ്റവും ആക്റ്റീവ് റിയർ ആക്സിൽ സ്റ്റിയറിംഗും ആഡംബരവും പെർഫോമൻസും സമന്വയിപ്പിക്കുന്നു. ഇതിനു പുറമെ മെഴ്സിഡസിന്റെ ഏറ്റവും ഉയർന്ന ആഡംബര SUV ആയ മെഴ്സിഡസ് മേബാക്ക് GLS 680 ആഡംബര വാഹന വിപണിയിലെ ഒന്നാമനായി രാജ്യത്ത് തിളങ്ങുന്നു. പുതിയ വാഹനങ്ങൾ വിൽക്കുന്നതിനോടൊപ്പം തന്നെ ഉപഭോക്തൃ സംതൃപ്തി ഉറപ്പാക്കുന്നതിനായി മുൻനിര നിർമ്മാതാക്കൾ സർവീസ് ശൃംഖലകളും ശക്തമാക്കുന്നുണ്ട്. അടുത്തിടെ ഇന്ത്യയിൽ 6000ാമത്തെ സർവീസ് ടച്ച് പോയിന്റ് ഉദ്ഘാടനം ചെയ്തത് ഇതിന്റെ തെളിവാണ്. രാജ്യത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ പോലും തടസ്സമില്ലാത്ത സർവീസ് പിന്തുണ ഉറപ്പാക്കുന്നത് ഉപഭോക്താക്കൾക്ക് ബ്രാൻഡിലുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. കേവലം വാഹന വിൽപ്പനയ്ക്കപ്പുറം ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ, ഫ്ലെക്സ് ഫ്യൂവൽ, ഹൈബ്രിഡ് ഇലക്ട്രിക് തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ, തന്ത്രപ്രധാനമായ ആഗോള പ്രാദേശിക പങ്കാളിത്തങ്ങൾ, വൻതോതിലുള്ള വിദേശ കയറ്റുമതി എന്നിവയാണ് പുതിയ കാലഘട്ടത്തിലെ പ്രധാന സവിശേഷതകൾ. സാങ്കേതിക വിദ്യയിലും ഉപഭോക്തൃ സേവനത്തിലും ഉണ്ടായ ഈ മാറ്റങ്ങൾ വരും വർഷങ്ങളിൽ ഇന്ത്യയെ ആഗോള ഓട്ടോമൊബൈൽ നിർമ്മാണ രംഗത്തെ പ്രമുഖ ശക്തിയായി മാറ്റുമെന്നതിൽ സംശയമില്ല. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.